നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സഞ്ജു സാംസൺ ഏറെക്കാലം കാത്തിരുന്ന അവസാനം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചു. ഒരു ദിവസം മുമ്പാണ് അദ്ദേഹം വലിയൊരു പ്രസ്താവന നടത്തിയത്. അത് ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ 31 വയസ്സായി, ഇനി കുറച്ച് വർഷങ്ങൾ കൂടിയേ മുന്നിലുള്ളൂ, അതുകൊണ്ട് എൻ്റേതായ രീതിയിൽ മാത്രം കളിക്കാനാണ് തീരുമാനം. എങ്ങനെ ബാറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും ഇനി ആരും എന്നെ പഠിപ്പിക്കേണ്ടതില്ല. സഞ്ജുവിന് എന്താണ് വേണ്ടതെന്ന് സഞ്ജു തന്നെ തീരുമാനിക്കും. പൂർണ്ണ ബഹുമാനത്തോടെ തന്നെ ഞാൻ കളിക്കും, കളി ആസ്വദിക്കും, നല്ലൊരു ടീമംഗമായി സഹതാരങ്ങളെ പിന്തുണയ്ക്കും. പക്ഷേ അതൊക്കെ എൻ്റേതായ വഴിയിലായിരിക്കും. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി ഒരിക്കലും ഒരു ഘട്ടത്തിലും താൻ ആരുടെയും ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല. BCCIയും സെലക്ഷൻ കമ്മിറ്റിയും തന്നെ കുറേ കാലമായി, വർഷങ്ങളായി പന്ത് തട്ടി കളിക്കുകയാണ് എന്ന് വ്യക്തമായി തന്നെ സഞ്ജു പറയാതെ പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ വഴിക്കാണ്, ഇനി എനിക്ക് കുറച്ച് വർഷങ്ങളേ ഉള്ളൂ ഇന്ത്യൻ ടീമിലായാലും ക്രിക്കറ്റിലായാലും, അതുകൊണ്ട് തന്നെ അത് ഞാൻ പൂർണ്ണമായി ആസ്വദിച്ച് എൻ്റേതായ വഴിയിൽ കളിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായി പറഞ്ഞു. ഇത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ തുറന്നടിക്കുമെന്ന് ആരും കരുതിയതല്ല സഞ്ജു. പക്ഷേ അദ്ദേഹം ഒടുക്കം സഹികെട്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോഴെങ്കിലും ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉള്ളിലുള്ള തീ പുകഞ്ഞ് അതൊരു വല്ലാത്ത അവസ്ഥയിലാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സഞ്ജു തുറന്നടിച്ച് രംഗത്തെത്തിയത്. അദ്ദേഹം ഇപ്പോൾ പ്രത്യേകിച്ച് വൈഭവ് സൂര്യവംശിയെ സഞ്ജുവിന് പകരം 2020 ടീമിൽ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി വൈഭവ് സൂര്യവംശി ഫോമിലാവുകയും ചെയ്തതോടെ സഞ്ജുവിന് ഇനി ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരും എന്നൊരു സാഹചര്യം ഉണ്ടായി. അതേസമയം അഭിഷേക് ശർമ്മ നിരന്തരം ഫോം ഔട്ടായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സ്ഥിരം അവസരം കൊടുക്കുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പൊട്ടിത്തെറിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന നിലയിലേക്ക് സഞ്ജു പോയിരിക്കുന്നു. ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, എൻ്റെ കരിയറും ഒന്നും നോക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സ്പഷ്ടമായി പറയുന്നത്. 2026 ലോകകപ്പിൽ ഞാൻ ഉൾപ്പെടും, ലോകകപ്പിൻ്റെ ടീമിൽ ഉൾപ്പെടും എന്ന് പോലും ഞാൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഉൾപ്പെട്ടിരുന്നുമില്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടാണ് അഭിഷേക് ശർമ്മയ്ക്ക് പരിക്ക് വന്നപ്പോഴാണ് എന്നെ ടീമിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് അന്ന് എനിക്ക് ഗംഭീരമായി കളിക്കാൻ പറ്റി. അതൊന്നും ഞാൻ സ്വപ്നം കണ്ടതല്ല, അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതുമല്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് 2028 2020 ലോകകപ്പിന് വേണ്ടി കാത്തിരിക്കുക എന്നെല്ലാം സഞ്ജു പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ഈ തുറന്നടിച്ചുള്ള സംസാരം ഇന്ത്യൻ ക്രിക്കറ്റിനെ ആകെ പിടിച്ചുലച്ചു എന്ന് തന്നെ പറയണം. കാരണം സഞ്ജു ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. പക്ഷേ സഞ്ജു തീർച്ചയായിട്ടും വളരെ വ്യക്തമായി പറഞ്ഞു, ഇനി എനിക്ക് കുറച്ച് കാലമേ ഉള്ളൂ, ഞാനത് എൻ്റെ വഴിയിൽ കളിക്കാനാണ്, എൻ്റെ വഴിയിൽ ബാറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഒരു 10 ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയിട്ട് 10 എനിക്കറിയാം എങ്ങനെ ബാറ്റ് ചെയ്യണം, എങ്ങനെ എന്ത് ചെയ്യണം, എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്ന് സ്പഷ്ടമായി സഞ്ജു പറയുമ്പോൾ അതിനർത്ഥം അദ്ദേഹം മടുത്തിരിക്കുന്നു. ഇനി എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന്, ഈ നിലയിലുള്ള അപമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അതെന്തായാലും വലിയ ചർച്ചയായി. എന്തു ഭാവിച്ചാണ് സഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ആകെ ഒരു തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും സഞ്ജു കാര്യങ്ങൾ കൃത്യമായി വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇനി എന്തായാലും ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു.